നെയ്യാറ്റിൻകര ഗോപൻ സ്വാമിയുടെ ദുരൂഹ സമാധി തുറന്ന് പരിശോധിക്കാൻ ജില്ലാ കളക്ടർ ഉത്തരവിട്ടിരുന്നു. ഇപ്പോൾ കല്ലറ തുറന്ന് പരിശോധിക്കുകയാണ്. സബ് കളക്ടർ ആൽഫ്രണ്ടിന്റെ സാന്നിധ്യത്തിലാണ് തുറന്ന് പരിശോധിക്കുന്നത്. വേണ്ട തയ്യാറെടുപ്പുകളെല്ലാം പോലീസ് പൂർത്തിയാക്കി കഴിഞ്ഞിരുന്നു. പോലീസ് സംഘം സ്ഥലത്തെത്തി. അതേസമയം സമാധി പൊളിക്കാൻ സാധിക്കില്ല എന്ന നിലപാടിൽ തന്നെയായിരുന്നു കുടുംബം രംഗത്ത് വന്നത്. പോലീസിനെതിരെ ഒരു വിഭാഗം ആളുകൾ സംഘടിച്ചെത്തിയിരുന്നു. ഇതേ തുടർന്ന് പരാതി നൽകിയവരും നാട്ടുകാരിൽ ചിലരുമായി തർക്കമുണ്ടായി. കുടുംബവുമായി സംസാരിച്ച ശേഷമാകും കല്ലറ പൊളിച്ച് പരിശോധിക്കുക എന്ന് അറിയിച്ചിരുന്നു. അതേസമയം സംഭവസ്ഥലത്ത് വളരെ നാടകീയ സംഭവങ്ങളാണ് ഉണ്ടായത്. ഗോപൻ സ്വാമിയുടെ ഭാര്യയടക്കം കുടുംബം ശക്തമായി പ്രതിഷേധിച്ചാണ് രംഗത്ത് വന്നത്. അതേസമയം ഇതൊന്നും വകവയ്ക്കാതെ തന്നെ പോലീസ് മുന്നോട്ട് പോയി. കല്ലറ പൊളിക്കാനാണ് ഒടുവിൽ തീരുമാനിച്ചിരിക്കുന്നത്. നിലവിൽ നെയ്യാറ്റിൻകര ആറാമൂട് സ്വദേശി ഗോപൻ സ്വാമിയെ കാണാനില്ലെന്ന കേസാണ് നെയ്യാറ്റിൻകര പോലീസ് എടുത്തിരിക്കുന്നത്. നാട്ടുകാർ നൽകിയ പരാതിയിലാണ് പോലീസ് കേസ്. സമാധി തുറക്കാൻ അനുവദിക്കില്ലെന്ന നിലപാടിൽ തന്നെയാണ് കുടുംബം. ഭർത്താവ് സമാധിയായതാണെന്നും സമാധി തുറക്കാൻ അനുവദിക്കില്ലെന്നും നെയ്യാറ്റിൻകര ആറാമൂട് സ്വദേശി ഗോപൻ സ്വാമിയുടെ ഭാര്യ സുലോചന പറഞ്ഞു. ക്ഷേത്രഭരണം പിടിച്ചെടുക്കാൻ ശ്രമിക്കുന്നവരാണ് പരാതിക്ക് പിന്നിലെന്നും ഇവർ ആരോപിക്കുന്നു. ബന്ധുക്കൾ ആരും പരാതി നൽകിയിട്ടില്ല. ഭർത്താവ് കിടപ്പ് രോഗിയായിരുന്നില്ല, നടക്കാൻ കഴിയുമായിരുന്നു. സമാധി തുറക്കാൻ ശ്രമിച്ചാൽ ആത്മഹത്യ ചെയ്യുമെന്ന് ഗോപൻ സ്വാമിയുടെ മകൻ രാജസേനനും പ്രതികരിച്ചിരുന്നു. ഗോപൻ സ്വാമി വ്യാഴാഴ്ച രാവിലെ 11 മണിയോടെ നടന്നുപോയി കല്ലറയിലിരുന്ന് സമാധിയായി എന്നാണ് മകൻ രാജസേനൻ പറഞ്ഞത്. എന്നാൽ ഗോപൻ സ്വാമി അതീവ ഗുരുതരാവസ്ഥയിൽ കിടപ്പിലായിരുന്നുവെന്നും വ്യാഴാഴ്ച രാവിലെ പോയി കണ്ടിരുന്നുവെന്നാണ് അടുത്ത ബന്ധു മൊഴി നൽകിയത്. വീട്ടുകാരുടെയും അടുത്ത ബന്ധുക്കളുടെയും പരസ്പര വിരുദ്ധമായ മൊഴിയാണ് പോലീസിന് മുന്നിലുള്ളത്.